നമ്മുടെ ഫോൺ ഗാലറി വൃത്തിയാക്കാൻ സഹായിക്കുന്ന രസകരമായ ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്ലിക്കേഷൻ രസകരം എന്ന് പറയാൻ കാരണം ഇത് ഉപയോഗിക്കാൻ തന്നെ വളരെ രസകരമാണ്. നമുക്കറിയാം, നമ്മുടെ ഗാലറിയിൽ ഒരുപോലത്തെ ഒരുപാട് ഫോട്ടോകൾ ഉണ്ടാവും. വാട്സപ്പിലാണെങ്കിൽ അനാവശ്യമായ നിരവധി ഫോട്ടോകൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്ത് വേണ്ടാത്തതൊക്കെ മാർക്ക് ചെയ്ത് കളയുമ്പോൾ ചിലതൊക്കെ വേണമെന്നതാണോ വേണ്ടാത്തതാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ല. ആ സമയത്ത് അത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ടിക്ക് മാർക്കുകൾ ഒഴിവാകും. ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഗാലറി വൃത്തിയാക്കാൻ വളരെ മടിയല്ലേ. എന്നാൽ ഈ ഗാലറി രസകരമായി ഈ ആപ്ലിക്കേഷനിലൂടെ വൃത്തിയാക്കാൻ സാധിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ ഫോണിലിരിക്കുന്ന എല്ലാ ഫോട്ടോകളും ഓരോ ഫോൾഡറിലാണ് ഉണ്ടാകുക. ഇതിൻ്റെ ഫോൾഡർ നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്ത് തരും. എന്നിട്ട് ആ ഫോട്ടോ നമുക്ക് വലിയ സ്ക്രീനിൽ തന്നെ കാണിച്ചു തരും. ഈ ഫോട്ടോ നമുക്ക് വേണമെന്നതാണെങ്കിൽ വലത്തേക്കും, ഇനി വേണ്ടാത്ത ഫോട്ടോ ആണ് കാണിക്കുന്നതെങ്കിൽ അത് ഇടത്തേക്കും നീക്കിയാൽ മതി. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ഇത് കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിലൂടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇനി ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് സ്കിപ്പ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗാലറി ആക്സസ് കൊടുക്കേണ്ട ഓപ്ഷൻ വരും. അലോ ഓൾ ആണ് കൊടുക്കേണ്ടത്, ലിമിറ്റഡ് അല്ല. അലോ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ ഗാലറിയിൽ എത്ര ഫോട്ടോ വീഡിയോ ഉണ്ട് എന്ന് ഇതുപോലെ കാണിച്ചു തരും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു സ്കാനിങ് ബട്ടൺ കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ കിടക്കുന്ന ഡേറ്റ് അനുസരിച്ച് നിരവധി ഫോൾഡറുകൾ ഉണ്ടാവും. ചിലതിലൊക്കെ 1-2 ഫോട്ടോകളെ ഉണ്ടാവും. ഇത് ഡേറ്റ് അനുസരിച്ചിട്ടാണ് ഇതിൽ ഫോൾഡർ കാണിക്കുക. ഇതിൽ നിന്ന് നമുക്ക് 200-300 ഫോട്ടോകളൊക്കെയുള്ള ഒരുപാട് ഫോൾഡറുകൾ ഉണ്ടാവും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഓപ്ഷനുകൾ ആദ്യ തവണ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ട്യൂട്ടോറിയൽ വേണോ എന്ന് ചോദിക്കും. അതൊക്കെ സ്കിപ്പ് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മാസത്തെ മുഴുവൻ ഫോട്ടോകളും ഇതുപോലെ കാണാൻ പറ്റുന്നതാണ്. ഒരു മാസം നമ്മുടെ ഫോണിൽ എന്തൊക്കെ ഫോട്ടോ വന്നിട്ടുണ്ട് അതിലെ മൊത്തം മുകളിൽ കാണാൻ സാധിക്കുന്നതാണ്. താഴെ അതിൻ്റെ പ്രിവ്യൂ. നമ്മൾ നെക്സ്റ്റ് ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. വേണ്ടാത്ത ഫോട്ടോ ആണ് നമുക്കിവിടെ കാണുന്നതെങ്കിൽ ഇടത്തോട്ട് ഇതുപോലെ നീക്കി കൊടുത്താൽ മതി. ഇതൊക്കെ സ്ക്രീൻഷോട്ടുകളാണ്, ഇതൊക്കെ വേണ്ടാത്തതാണ്, എല്ലാം നീക്കി കൊടുക്കുക. ഇനി വേണമെന്ന ഫോട്ടോ വരുമ്പോൾ അത് വലത്തോട്ടേക്ക് ഇതുപോലെ നീക്കി കൊടുക്കുക. വളരെ സിമ്പിളാണ് നമുക്ക് സെലക്ട് ചെയ്യുന്നത്. ഇതുപോലെ വേണമെന്നത് വലത്തോട്ട്, വേണ്ടാത്ത വരുന്ന സമയത്ത് ഇടത്തോട്ടേക്ക് നീക്കി കൊടുക്കുക. ഇനി നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ താഴെ അൺഡു, സ്കിപ്പ് ഓപ്ഷനൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് അവസാനം ഇത് സെലക്ട് ചെയ്തതൊക്കെ പരിശോധിക്കാനും സാധിക്കുന്നതാണ്. ഫോട്ടോകൾ സെലക്ട് ചെയ്താൽ താഴെ പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമ്മൾ കളയാൻ ഉദ്ദേശിച്ച ഫോട്ടോകളെല്ലാം നമുക്ക് ഇതുപോലെ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും വേണമെന്നത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ഒഴിവാക്കി കൊടുത്താൽ മതി. എന്നിട്ട് താഴെ നിങ്ങൾക്ക് ഡിലീറ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഒന്നും കൂടി പെർമിഷൻ ചോദിക്കും. അത് അലോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ സെലക്ട് ചെയ്തത് മൊത്തം റിമൂവ് ആകും. ഇപ്പോൾ എനിക്ക് 4 MB തിരിച്ചു കിട്ടിയിട്ടുണ്ട്. 51 ഫോട്ടോ ഞാൻ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഫോൾഡറിലെ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം തന്നെ നോക്കി ഡിലീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇന്ന് പകുതി ചെയ്തിട്ട് നാളെ പകുതി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഒരു ദിവസം എല്ലാം ഒരുമിച്ച് കളഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ ഇതിനകത്ത് വീഡിയോയും നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. പക്ഷേ വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മളിത് പർച്ചേസ് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് ഫോട്ടോ ആണല്ലോ പ്രാധാന്യം. വീഡിയോ അത്രയല്ലേ നമ്മുടെ ഫോണിലുണ്ടാവും. ഫോട്ടോ ഒരുപാടുള്ളപ്പോൾ അത് റിമൂവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണിത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.